ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഒരു പപ്പടത്തിനെ കൊണ്ട് കറി വെക്കാം. അതിന് വേണ്ടി ഞാൻ ഇതാ പപ്പടം ചെറിയ തോതിൽ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ പൊടികളെല്ലാം വേണം. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പെട്ടെന്ന് നമുക്കൊരു കറി കൂട്ടിയിട്ട് വേഗം ചോറുണ്ണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ആകുന്ന ഒരു കറിയാണ്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പപ്പടമെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം, നമ്മളെ പപ്പടം. എന്നിട്ടാണ് പരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെക്കട്ടെ. എന്നിട്ട് പപ്പടം വറുത്ത് കോരട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കാണാം ഗൈസ്. അപ്പം ഞാൻ ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. പപ്പടം കൊണ്ട് പല വിധത്തിലും വെക്കാം. പുളി ഒഴിച്ചിട്ട് വെക്കാം, പുളി ഒഴിക്കാണ്ട് വെക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ പുളിയൊന്നും ഒഴിക്കാതെയാണ് വെക്കുന്നത്. മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണേ ഗൈസ്. അടിപൊളിയാണ്. എന്തിൻ്റെ കൂടെ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ വേണ്ടിയിട്ട് കഴിക്കാം, ദോശേൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും അടിപൊളിയാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പപ്പടം. അപ്പം ഞാനിതെല്ലാം കോരിയെടുക്കട്ടെ. അടിപൊളിയായിട്ടായിട്ടുണ്ട്. എല്ലാം കോരിയെടുക്കട്ടെ. അപ്പോൾ എല്ലാം കോരി മാറ്റി. ഇനി നമുക്ക് ഈ ചീനിച്ചട്ടീനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇതിലല്ല നമ്മൾ കറി വെക്കുന്നത്. നമ്മൾ കറി വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ കാണില്ല. കായുന്നേലർക്ക് കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുക് പൊട്ടൂല. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുക് പൊട്ടട്ടെ. വേഗം പൊട്ടു കടുകേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പപ്പടത്തിനെ കൊണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. പപ്പടം ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. മറന്നു പോകാൻ പാടില്ലേ എല്ലാവർക്കും. കടുക് പൊട്ടുന്നുണ്ട്.
അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇനി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളെങ്കിൽ സവാള വേണ്ടിയിട്ട് സവാള എടുക്കാം. സവാള എന്ന് പറഞ്ഞു പോയി, ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള വേണ്ടിയിട്ട് അത് കൊടുക്കാം. ഇന്ന ഉള്ളി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചെറിയ ഉള്ളിക്ക് രുചി കൂടുതലായതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തതിന് മാത്രം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നല്ലോണം വഴന്ന് വരട്ടെ. ഞാനിപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ടുന്ന ഉപ്പ് വരെ ഇടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഈ ഉള്ളിക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പപ്പടത്തിൻ്റെ ഉപ്പ് ചിലപ്പോൾ ഉള്ളിക്ക് പിടിക്കും. അപ്പോൾ ലാസ്റ്റ് കറി ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഈ കറിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. പപ്പടമായതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം നല്ലോണം വഴന്ന് വരുന്നുണ്ട്. കുഞ്ഞുള്ളി സവാളയല്ല, കുഞ്ഞുള്ളി പറയുമ്പോൾ മാറിപ്പോന്ന്. അപ്പോൾ ഇനി ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ നല്ലോണം തക്കാളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടി നല്ലോണം വഴന്ന് വരും. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് വെച്ചു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി, കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ചേ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല. മല്ലിപ്പൊടിയും കുറച്ചിട്ടു. ഇനി കുറച്ച് മസാലപ്പൊടി, മീറ്റ് മസാല ഉണ്ടല്ലോ, അതാണ് അടുത്ത് ഇടുന്നത്. മീറ്റ് മസാല. ഓക്കെ, ഇപ്പം ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാ മീറ്റ് മസാലയും കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയും കുഞ്ഞുള്ളിയും എല്ലാം നല്ലോണം ഇതിലേക്ക് അലിഞ്ഞ പോലെയായിട്ട് വരും. വെന്തുടഞ്ഞ പോലെയാവില്ലേ, അപ്പോൾ അതുപോലെയാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടച്ച് വെക്കട്ടെ. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ എല്ലാം നല്ല വെന്ത് കണ്ടീഷനായിട്ടുണ്ട്. ഞാനിതാ പപ്പടം ഇതിലേക്ക് ഇടുന്നുണ്ട്. വറുത്ത് വെച്ച പപ്പടമെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പപ്പടം, തക്കാളി, കുഞ്ഞുള്ളി എല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കുക, ഉപ്പുണ്ടോ എന്ന്.
നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് നിങ്ങളാക്കിക്കോളണം. നമ്മളിപ്പോൾ അധികം ആളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് മാത്രം ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരുപാടൊന്നും ആക്കുന്നില്ല ഞാൻ, കുറച്ച് മാത്രം. ഇതിനിപ്പോൾ ഉപ്പൊന്നും വലിയ വരില്ല എന്ന് എനിക്ക് തോന്നി. പപ്പടത്തിൻ്റെ ഉപ്പിന് കറക്റ്റ് ആയിരിക്കും. നോക്കി നോക്കട്ടെ, എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ല, ഉപ്പുണ്ടെങ്കിൽ പിന്നെ ഇടേണ്ട പണിയില്ലല്ലോ. നല്ല അടിപൊളി നല്ല അടിപൊളി മണമാണ്. ഇതാ നോക്കി നോക്കട്ടെ. ലേശം വെള്ളം, ഒരിച്ചിരി പൊടി. പിന്നെ തീരെ വെള്ളമില്ല, കുറച്ചും കൂടി ഞാനൊന്ന് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് ലേശം ഒന്ന് പെരങ്ങ വേണമല്ലോ വെള്ളം നമുക്ക്, നല്ല ചോറിന് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു തരി ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ ഗൈസ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ പപ്പടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരങ്ങിയ വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.